ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയും കൃഷും കൂടി ആ കോവിലേക്ക് പോയിട്ടോ ചെയ്യുന്നത്. ആ ദേവിയോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നാണ് കേട്ടോ ആ ചേച്ചി പറഞ്ഞത്. അങ്ങനെ തൻ്റെ താലി ആ ഒരു വിഗ്രഹത്തിൽ മുട്ടിച്ചതിന് ശേഷം തന്നെ തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പറയുക കേട്ടോ. അങ്ങനെ ഫാക്ടറിയിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ ക്രിസ് സാറിന് ശരിയാക്കി കൊടുക്കണം എന്ന രീതിയിൽ തന്നെ കേട്ടോ കൺമണിയോട് പറയുന്നത്. അതിനുശേഷം തന്നെ കൃഷ് അത് കാണുമ്പോൾ സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ കൃഷി തിരിച്ച് ഭഗവതിയോട് പറയുന്നുണ്ട്, എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് ഞങ്ങളുടെ വിവാഹം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ദിവസം വരണം, അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്, അത് എത്രയും പെട്ടെന്ന് നടത്തി തരണം എന്നുള്ളത് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഭാഗ്യശ്രീയും അതുപോലെ സുമിത്രയും ബാലുവിനെയും ക്രിമിനൽ ലോയറിനെയൊക്കെ കേട്ടോ. അത് ഭാഗ്യശ്രീ ആണെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് തന്നെ സുമിത്രയെ കണ്ടുമുട്ടുന്നു. നിങ്ങളുടെ ഇനി ഒരു ഉടായ്പും നടക്കില്ല, എൻ്റെ ഏട്ടനെ ഞാൻ എന്തായാലും പുറത്തിറക്കും, മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ഏട്ടൻ ഒരിക്കലും തന്നെ ഒരു കാര്യം ചെയ്യില്ല, സാഗറിനെ കൊല്ലില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ വെറുതെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട, ഞങ്ങളെ വഴിയിലൊരു തടസ്സമായിട്ട് നീ ഒരിക്കലും നിൽക്കാനായിട്ട് നിൽക്കണ്ട എന്നൊക്കെ ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട്. എന്നോട് വേഷം കെട്ടെടുക്കാൻ നിൽക്കരുത് എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ധനലക്ഷ്മി ആട്ടോ. അങ്ങനെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോഴത്തേനും അമ്മായിമാർ നല്ല സ്വീകരണം ആട്ടോ ധനലക്ഷ്മിക്ക് കൊടുക്കുന്നത്. അപ്പോഴത്തേനും എല്ലാത്തിനും മാപ്പ് പറഞ്ഞിട്ടാണ് കയറി വരുന്നത്. കാരണം ഇത് കൺമണിയുടെ വീടാണല്ലോ. ഇപ്പോൾ ധനലക്ഷ്മി തന്നെ ഒരു അഭയാർത്ഥിയെ പോലെ കഴിയേണ്ട അവസ്ഥ വരെ വരികയാണ്. അപ്പോഴത്തേനും കാല് പിടിക്കുന്ന സമയത്ത് തന്നെ അമ്മായിമാർ നല്ലപോലെ ധനലക്ഷ്മിയെ അടിച്ച് കീഴ്പ്പെടുത്തുന്നുണ്ട് കേട്ടോ. എല്ലാം ചെയ്ത തെറ്റിനും നീ മാപ്പ് പറഞ്ഞാലേ ഞങ്ങളിവിടെ നിന്നെ ഇരുത്തുള്ളൂ എന്ന രീതിയിലൊക്കെ. പിന്നെയാണെങ്കിലോ ഡിസൈൻ വാങ്ങാനായിട്ട് വരിക കേട്ടോ ചെയ്യുന്നത് കേണൽ സാറിൻ്റെ വീട്ടിലേക്ക്. അപ്പോഴത്തേനും കൺമണിയും ക്രഷും കൂടി അവിടെ ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് കേണൽ സാറാണെങ്കിലോ നിൻ്റെ ശക്തിയൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പിടിച്ചമർത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിടിച്ചമർത്തുന്ന സമയത്ത് വയസ്സനായിപ്പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടി തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല എന്ന് പറയുമ്പോഴത്തേനും നീ എൻ്റെ ശക്തിയെ പരീക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഒരു മൽപ്പിടുത്തടം നടത്തുന്നു കേട്ടോ. പിന്നെയും കൃഷി കൺമണിയായിട്ട് തന്നെ കാണിക്കുന്നത്. അങ്ങനെ ഭഗവതിയോടൊക്കെ പ്രാർത്ഥിച്ച് അവർ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ എന്തായാലും താലിയൊക്കെ പൂജിച്ച് ഭഗവതിയോട് സമ്മതം വാങ്ങി. ഇനി അടുത്ത പരിപാടി എന്താണ്, ഇനി ഇതിൽ വേറൊരു കാര്യം കൂടി പ്രധാനപ്പെട്ട ചെയ്യാനുണ്ടെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ കൺമണിയും കൃഷ്ണനും ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. എന്തായാലും അവരുടെ സ്നേഹം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി തന്നെയാട്ടോ അവർ കാത്തിരിക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടിരുന്നത് പ്രഭ കഴിയുന്നത് എപ്പിസോഡ് വിശേഷമായിട്ട് കാണാം കേട്ടോ.